നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്നലെ വരെ ഇത് ഹരിയുടെ മുരളിയുടെ മുറിയായിരുന്നു. ഇനി ഇത് മുരളിയുടെയും ഭാര്യയുടെയും മുറിയായി. മോളുടെ ബാഗ് ഞാൻ അകത്ത് വെക്കാം. ഇവിടെ വേറെ മുറിയൊന്നുമില്ല ഇതല്ലാതെ? വേറെ മുറിയുണ്ട്, പക്ഷേ അത് അഞ്ജലിയുടെയും പ്രസാദിന്റെയും മുറിയാണ്. 2 couples 2 rooms. കപ്പിൾസ് ഇല്ലാത്ത ബാക്കിയുള്ള ഒറ്റയന്മാർക്ക് വരാന്ത, ഹാള്, ടെറസൊക്കെ വിശാലമായിട്ട് കിടപ്പുണ്ട് ഇവിടെ. വിചാരിക്കുമ്പോ എല്ലാരും മുറിയെ പിന്നെ തള്ളി വിടുകയാണല്ലോ. എങ്ങനെ അയാൾക്കൊപ്പം ഞാൻ ഈ മുറിയിൽ കഴിയും? ആശ്വാസം ജയിലിൽ കഴിയുകയായിരുന്നു. കണ്ണിന്റെ മുന്നിൽ ചെന്ന കടിച്ചു കയറാൻ നിൽക്കുന്ന ഇവരോടൊപ്പം ഒരേ മുറിയിൽ ഇവിടെ യുദ്ധം തന്നെ. കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ കരളു പോയൊര സ്വപ്നങ്ങൾ ഉള്ളിൽ ഉള്ളിൽ പുത്തു തളർത്തോ ഉള്ളത് ചൊല്ലൂ നീ. കണ്ണോട് കണ്ണുടക്കി കഥ എഴുതുന്ന കവിതാക്കളുടെ കൺമുമ്പിൽ കട്ടുമ്പാൻ ഞാൻ ഇവിടെ നിൽക്കുന്നില്ലേ. കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ കരളു പോയൊര സ്വപ്നങ്ങൾ. അതെ, പൂജയോ താലിയോ മാലയോ എന്തൊക്കെയോ വച്ച് എന്തൊക്കെ അവകാശം സ്ഥാപിച്ചാലും ഇയാളുടെ മനസ്സിലിരിപ്പ് നടക്കില്ല കേട്ടോ. എന്റെ ശരീരത്തിൽ തൊടാൻ ഇയാളെ ഞാൻ അനുവദിക്കില്ല. അയ്യേ, അതിന് നിന്റെ ദേഹത്ത് തൊടാൻ ആര് വരുന്നു ഇവിടെ? ഒരു പിച്ചക്കാരൻ നിന്റെ ദേഹത്ത് തൊടാതിരിക്കാനാ ഞാനെന്നാ താലി എടുത്ത് നിന്റെ കഴുത്ത് കെട്ടിയത്. പ്രസാദ് ഏട്ടനെ നിഷേധിക്കാൻ വയ്യാത്തോണ്ടാ അന്ന് പൂജയ്ക്ക് വന്നതും നിന്റെ കഴുത്തിൽ മാല ഇട്ടതും. അത് വിവാഹമാണെന്ന് അറിഞ്ഞിട്ടും എതിർക്കാത്തതേ എന്റെ ഏട്ടനെ ഓർത്ത് മാത്രമായിരുന്നു. എന്റെ ഏട്ടൻ നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ മോശക്കാരനാവാതിരിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ നിന്റെ ഈ മേനിയഴക് കണ്ടിട്ടല്ല. മനസ്സിലായി മനസ്സിലായി. എന്റെ ഈ മേനിയഴക് കണ്ടാലും തനിക്കൊന്നും തോന്നില്ല. താൻ ഈ വീട്ടിലെ വിശ്വാമിത്ര മഹർഷിയാണല്ലോ. വിശ്വാമിത്രന് തോന്നിയാലും തൽക്കാലം എനിക്ക് തോന്നില്ലടി. അത്രയ്ക്കുണ്ട് നിന്റെ വായിന്ന് വരുന്ന വർത്തമാനം. മയക്കി കിടത്തി മാനം കെടുത്താൻ നിന്നവരിന്ന് മാനം വീണ്ടെടുത്ത് തന്നവനോട് തരിമ്പെങ്കിലും നന്ദി വേണോടി, നന്ദി. അതാണ് നിനക്കില്ലാത്തത്. സോറി, എനിക്ക് അതൊരല്പം കുറവാ. കടയിൽ കിട്ടുമെങ്കിലേ കുറച്ച് വാങ്ങിക്കൊണ്ട് വന്നാ മതി, ഞാൻ അങ്ങ് പുഴുങ്ങി തിന്നാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.